കഴിഞ്ഞ നൈറ്റ് ഫിഷിങ്ങിൽ നമ്മളൊരു മലമ്പാമ്പിൻ്റെ കുട്ടീനെ കാണിച്ചെന്നില്ലേ ആ സ്പോട്ടിങ് തന്നെയാട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. വന്നപ്പോൾ തന്നെ നല്ല രീതിക്ക് വെള്ളം കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ പൊടികൂട്ടന്മാരുണ്ട്. അതിലൊപ്പം തന്നെ ഒരു വരാൽ കൂട്ടുണ്ട്. നമ്മൾ ടോർച്ച് അടിച്ചപ്പോൾ അവൻ ചേറിൻ്റെ ഉള്ളിലേക്ക് പതുങ്ങിയിട്ടാ. പിന്നെ അടുത്ത സ്പോട്ടിൽ പോയിട്ട് നമ്മളൊരു വരാൽ കൂട്ടനെ അടിച്ചിട്ടുണ്ട്. ഇവനാണ് ചണ്ടിന് മോളി വന്ന് വെള്ളം എടുക്കാൻ നിന്ന് ആ സമയം കൊണ്ട് നമ്മൾ അടിച്ചത്. ഇവന് ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ ഇവന് കിട്ടണത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മീനും കൂടി ആയപ്പോൾ നല്ല രീതിക്ക് പാടുണ്ടാകും കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ എന്തായാലും ഒരാളെയും കൂടി കൂട്ടണം. നൈറ്റ് ഫിഷിങ്ങിന് സാധാരണ നമ്മൾ ഒറ്റയ്ക്ക് വരാറ്. അങ്ങനെ അവന് നമ്മൾ നേരെ കവറിലിട്ടുണ്ട്, അധികം വേദനിപ്പിക്കാനൊന്നും നിന്നില്ല. എന്തായാലും നല്ല രീതിക്ക് ചാവുമെന്ന് മനസ്സിലായി. മീനോളെ നമ്മൾ തലയ്ക്ക് അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചാവും. ഇവന്മാരൊക്കെ നമ്മൾ രണ്ടെണ്ണത്തിന് പള്ളക്കായിട്ട് അടിച്ചിട്ടില്ല, എന്താ വെച്ചാൽ ഞായറാഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ കയറിയ ആൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ മീൻ പിടുത്തം. പിന്നെ ഒന്നും നോക്കിയില്ല, 3 ദിവസം നമ്മൾ തപ്പി നടന്ന വരാൽ കൂട്ടരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവൻ നമ്മൾ നേരെ തൂക്കിയെടുക്കാനായിട്ട് പോകണം. കുറച്ച് നേരമൊക്കെ നമ്മൾ അവനെ ഓടിപ്പിച്ചു, കാരണം 3 ദിവസം നമ്മൾ ഓടിപ്പിച്ചല്ല അവൻ നേരെ നമ്മൾ റോട്ടിക്ക് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ്റെ പുറത്ത് നല്ല രീതിക്ക് ഡാർട്ട് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഓട്ടോമാറ്റിക് ഡാർട്ട് എങ്ങനെ പോയാലും മീൻ പോയില്ലാന്ന് ഉറപ്പാ. പിന്നെ അവൻ്റെ മേത്തുനിന്ന് ചണ്ടി പറിച്ചെടുത്തൊന്നും കണ്ടില്ല അതിൻ്റെ വലിപ്പം. ഇവനായിരുന്നു നമ്മൾ ഇത്ര നാൾ കാത്തിരുന്നത്. അങ്ങനെ ഇവൻ എന്തായാലും ഈ വീഡിയോക്ക് കൊണ്ടുവരാൻ പറ്റില്ല, നല്ല സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ സ്റ്റിക്ക് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് വേറൊരു സ്പോട്ടിക്ക്. ഈ സ്പോട്ടിൽ നിന്ന് നമ്മൾ കുറേ ഹിന്ദിക്കാരപ്പൊക്കെ മീൻ പിടിക്കണ വീഡിയോസ് ഇട്ടുണ്ട്. ഇവിടെയാണ് നമ്മളൊരു വരാലോട്ടനാണ്ട് കാസ്റ്റ് ചെയ്ത കേട്ടോ. 2 വട്ടം വന്ന് എടുത്തതിനും പിന്നെ ഹുക്കപ്പ് ഒന്നും തന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അടുത്ത ചാലിക്ക് വന്നിട്ട് ഗണ്ണെടുത്തിട്ട് ഇവിടെ കുറേ പിലോപ്പി കുട്ടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവന്മാരെന്തായാലും നമ്മൾ നീ എടുത്ത് പിടിക്കൂട്ടോ. ഇതിലിപ്പോൾ ചാലിൽ വെള്ളം കൂടില്ല. ഈ ചാലിൻ്റെ അവിടുത്തെ സ്പോട്ട് കണ്ടെങ്കിൽ നമുക്ക് പേടിയാവും. ഒറ്റയ്ക്കൊക്കെ വന്ന് കഴിഞ്ഞോടെ മീൻ പിടിക്കണം വെച്ചാൽ നടക്കണ കാര്യമില്ല കേട്ടോ. ഈ ചാലിൻ്റെ അപ്പുറത്തായിട്ട് ഒരു മരത്തിൻ്റെ വേരും വേണ്ടിയില്ലേ, എനിക്കിതിന് വേണ്ടിയിട്ട് ഒരു ഒട്ടകത്തിൻ്റെ ഒക്കെ പോലെ തോന്നുന്നുണ്ട്. അതാ ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയിലേക്ക് എടുക്കാൻ നിന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഇന്നലെ രാത്രി വന്നിട്ട് കുപ്പിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. അവൻ ചൂണ്ടാൻ വരുമ്പോൾ പറഞ്ഞു അതെന്തായാലും പൊക്കി നോക്കണമെന്ന്. പൊക്കി നോക്കി ഇതെന്തായാലും നന്നായിട്ടാണ്, നല്ലൊരു വരാല് കൂട്ടായിലുണ്ടായിരുന്നു. നല്ല കരിമുട്ടി വരാലായിരുന്നു. നമ്മൾ അവനെ നേരെ എടുത്തിട്ടുണ്ട്. കൂട്ടുകാരനാണ് എറിയാൻ പഠിക്കുക. നട്ടുച്ച വെയിലത്തെ ഒരു ഭ്രാന്ത്. അപ്പുറത്തന്നെ ഒരു അച്ചാച്ചൻ എന്താ മീൻ പിടിക്കാനായിട്ട് ഇരുന്നുണ്ട്. ആൾക്ക് ഇതേ കുറച്ച് കരിപ്പിടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ അച്ചാച്ചനെ പറഞ്ഞാൽ ഇഷ്ടമാതിരി പീലോപ്പി ഉണ്ട്, പക്ഷേ നല്ല ഉച്ചയ്ക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ പൊന്തി എടുക്കുന്നു. നമ്മൾ ആ പ്രതീക്ഷയിൽ വന്നിട്ടാണ്, പക്ഷെ ഒന്നിനും കാണാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ഈ മരത്തിൻ്റെ അടിയിൽ ഒരു വരാല് കൂട്ടനാണ്ടുണ്ട്. അവൻ എന്തായാലും കുറച്ചു പോയി അടിക്കാൻ പറ്റുമോ നോട്ടെ. അങ്ങനെ അതിന് കിട്ടാണ്ടായപ്പോൾ നമ്മൾ പോകണതിൻ്റെ ഉള്ള റോഡ് സൈഡിൽ ഈ ഒരു കാഴ്ച കണ്ട. ഇവിടെ 2 ബ്രാലോൾ കിടന്നു ഒരു നാണമില്ലാണ്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അവന്മാർ നമ്മൾ കുറച്ച് നേരം വീഡിയോ എടുക്കാന്ന് വെച്ചു. അവന്മാരൊന്നും അടിക്കുന്നില്ല കേട്ടോ. അവന്മാർ സന്തോഷമുള്ള സമയമൊന്നും നമ്മളങ്ങനെ എടുത്താറൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.